എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിനടുത്തുള്ള ഒരു MS Max എന്ന് പറയുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം കുറേ കിയോസ്കുകളെല്ലാം സൈഡിലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ ഇങ്ങനെ അകത്തോട്ട് പോയിട്ട് ഈ കാണുന്ന വലിയ കടയിലാണ് കയറുന്നത്. അപ്പോൾ ഇതേ സൈഡിൽ കണ്ടോ ഒരുപാട് ഫ്ലവർ പോട്ടുകൾ, അതേപോലെ പല വെറൈറ്റി ഫ്ലവറുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതേപോലെ ഗ്ലാസ് ബൗളുകൾ, നമുക്ക് ഫിഷൊക്കെ ഇടാൻ പറ്റിയതുണ്ടല്ലോ. അതേപോലെ ഈ കിടക്കുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ നല്ല തൂങ്ങി കിടക്കുന്ന ഇപ്പോഴുള്ള ഒരു പൂക്കളൊക്കെ ഉണ്ടല്ലോ, അതേപോലുള്ള പൂക്കൾ എല്ലാം ഉണ്ട്. ഇവിടെ ഈ കാണുന്നത് R1 575 പൈസയുടെ ഒറിജിനൽ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അവർ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് അതിനകത്ത് ആ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്ന അങ്ങനെയുള്ള കുറേ പ്ലാന്റുകളുണ്ട്. പിന്നെ ഈ കാണുന്നത് കണ്ടോ, എനിക്കൊരു കൗതുകം തോന്നി. നമ്മുടെ താറാവ്, ഇതിനും ഒക്കെ R1 ചില്ലറയും കണ്ടോ. അതേപോലെ തന്നെ പൂവൻകോഴി, പിടക്കോഴി, അതേപോലെ അട ഇരിക്കുന്ന കോഴി, മുട്ട ഇങ്ങനെ വെച്ചിട്ട് അടയിരിക്കുന്ന കോഴി, അങ്ങനെ ഒരുപാട് വെറൈറ്റി തരത്തിലുള്ള ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അതേപോലെ ഈ ഓർക്കിഡിൻ്റെ ഫ്ലവറും പോട്ടും കൂടെ കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പല വെറൈറ്റി ഫ്ലവർ പോട്ടും ഫ്ലവറും കൂടെ ആയിട്ടുള്ളതുണ്ട്. അതേപോലെ ലവേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ പല തരത്തിലുള്ള ലൈറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു സൈഡിൽ മൊത്തം നമുക്ക് തൂക്കാനുള്ളതും തുടയ്ക്കാനുള്ളതും, അതേപോലെ എന്താ പറയുന്നത്, ഈ ഭിത്തിയിലൊക്കെ നമുക്ക് ഒട്ടിച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തൂക്കിയിടണമെങ്കിലുള്ള ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഹൂക്കുകൾ പോലുള്ള സാധനങ്ങൾ. പിന്നെ നമ്മുടെ പാത്രം കഴുകിയിട്ട് വെള്ളം ഇങ്ങനെ പോകാനായിട്ട്, വെള്ളം തോരാനായിട്ട് വെക്കുന്നത്, അതേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്നുണ്ടോ, അത് ശംഖുകളാണ്. ശംഖുകൾ പല വെറൈറ്റിയിലുള്ള, അതായത് എനിക്ക് തോന്നുന്നു അക്വേറിയം സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പല കളേഴ്സിലുള്ള കല്ലുകൾ. ഈ കാണുന്ന ക്ലോക്കിന് 575 തോന്നുന്നു അവിടെ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ഓഫർ പ്രൈസിൽ ഇട്ടേക്കുന്നത് കേട്ടോ ക്ലോക്കിന്. അതേപോലെ നോക്കി എന്ത് നല്ല ലൈറ്റ്സുകളൊക്കെ അവിടെ ഇങ്ങനെ പല മോഡലിലുള്ളതായിരിക്കും. അതേപോലെ റൈറ്റ് സൈഡിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ നല്ല പിക്ചർ പെയിൻറ്റിങ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ 950 പൈസയായിരുന്നു ഞാൻ കയ്യിൽ പിടിച്ച് വെച്ചേക്കുന്ന ആ ഒരു ഇതിന്. അതേപോലെ ഇതേപോലെ ആമയൊക്കെ വന്നിട്ട് ഇതേപോലെ ഈ ഭിത്തിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓരോന്നൊക്കെ തൂക്കി ഇങ്ങനെ ഇടാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കൊളുത്ത് പോലത്തെ ഒരു ഇതാണ് കാണിച്ചത് കേട്ടോ. അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുള്ള ഒരു നല്ല ഒരു എന്താ പറയുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റായിരുന്നു. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിപ്പ്, ബണ്ണ്, അതേപോലെ ബോയെ, കണ്ണാടി. അപ്പോൾ നമ്മുടെ അതിരിക്കുട്ടന് പരുവമുള്ള ഒരു കണ്ണാടി ഉണ്ടോ എന്ന് നോക്കി. അന്നേരം അതിരിക്കുട്ടൻ അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് നമ്മൾ എടുത്തു കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമോ അതിരിക്കുട്ടനെ വെച്ചിട്ട്? അങ്ങനെ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എല്ലാം ചീപ്പും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതിരിക്കുട്ടന് ഒരു ചെരുപ്പൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ചെരുപ്പും എല്ലാം മേടിച്ചു. ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുണി ഉണക്കാനായിട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പിയൊക്കെ കുറേ ഇളവി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു നമ്മുടെ ക്ലോത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് വേണമായിരുന്നു. അപ്പോൾ അതും എല്ലാം മേടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും എല്ലാവർക്കും ചെറിയൊരു വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് സന്ധ്യ ആയില്ലായിരുന്നു, ഒരു 6:30 6:45 ആയിട്ടുള്ളായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ KFC കടയുള്ളത്. അപ്പോൾ കുറേ നാളായി KFC കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങളെന്താ വിചാരിച്ച് ഇന്ന് അവിടെ കയറിയിട്ട് KFC കഴിക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ഈ കടലാസ് ചെടിയുടെ ഒരു കുഞ്ഞു കുഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്ത് പോയിട്ട് അതൊക്കെ ഓർഡർ ചെയ്ത് കിട്ടാൻ തന്നെ ഏകദേശം ഒരു 15-20 മിനിറ്റോളമായി. നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ 7 മണിയോളം ആയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് 1/4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കഴിച്ചതിൻ്റെ ബാക്കി കുറച്ച് എല്ലും കാര്യങ്ങളൊക്കെ ഒരു 2 എന്താ പറയുക നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അവിടെ ഒരു കറുത്ത പൂച്ചയ്ക്കും നേരത്തെ കണ്ട ഒരു കുഞ്ഞു പൂച്ചയുണ്ട്, അത് ആ മേശയുടെ കീഴിരിപ്പുണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഞാൻ കൊണ്ടുവന്ന് അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റും എല്ലും ഒക്കെ അവർക്ക് ഞാൻ കൊടുത്തു കേട്ടോ. പിന്നെ അതിരിക്കുട്ടനെ കുറച്ച് സൈക്കിളൊക്കെ ചവിട്ടിക്കാനായിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഒരുപാട് ലേറ്റായിപ്പോയി. എല്ലായിടവും ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ നന്നായിട്ട് നേരെ ഇരുട്ടിയായിരുന്നു കേട്ടോ. പിന്നെ കൂടുതൽ സമയമൊന്നും നമ്മൾ പുറത്തൊന്നും സ്പെൻഡ് ചെയ്തില്ല. പിന്നെ നേരെ വീട്ടിലേക്ക് പോകുക എന്നുള്ള ഒരു ഉദ്ദേശമുള്ളായിരുന്നു. അപ്പം കൂട്ടുകാർക്കെല്ലാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പം ഒമാനിലുള്ള പുതിയ പുതിയ കാഴ്ചകളെല്ലാം ഓരോരോ വീഡിയോസിലായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റ, ടേക്ക് കെയർ.